ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഈവനിങ് വ്ളോഗായിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് പറ്റുന്ന പോലെയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നെ പോലെ സമൂസ വീക്ക്നെസ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ്. 360 ദിവസം കിട്ടിയാലും ഞാനത് തിന്നിട്ടോ. പക്ഷേ ചില ആൾക്കാരൊക്കെ പറയും നോമ്പിനൊക്കെ തിന്നുകയാണെങ്കിൽ കുഴപ്പമില്ല, അതിൻ്റെ ഇടയിൽ നിന്ന് അങ്ങനെ വലിയൊരു കാര്യമൊന്നും ഇല്ലയെന്ന്. പക്ഷെ എനിക്ക് എപ്പോൾ കിട്ടിയാലും നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ സമൂസൻ്റെ ഫില്ലിങ്ങും കാര്യങ്ങളൊന്നും ഞാൻ പറയണില്ല, അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയണതല്ലേ. ഞാൻ വീഡിയോസ് എഡിറ്റ് ചെയ്യാതിരുന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ അധികേറും വീഡിയോസ് എടുക്കുമ്പോൾ അതിനൊരു ഒരു മിനിറ്റിൻ്റെ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ഞാൻ ആ ഒരു രീതിയിലാണ് വീഡിയോസ് മൊത്തം ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെയാണ് എനിക്ക് ഓർമ്മ, ഷെടാ ഞാൻ എന്ത് പണിയാണ് കാട്ടിയതെന്ന്. പിന്നെ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എല്ലാതും എടുക്കലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് എഡിറ്റ് ചെയ്ത് ഇടുക എന്നല്ലാതെ കോലല്ലല്ലോ. അങ്ങനെ അതിലേക്കുള്ള പൊടിയും കാര്യങ്ങളും ഒക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ചായക്ക് വെള്ളം വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് പഞ്ചസാര നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം തിളക്കുമ്പോൾ നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാനൊരു തുള്ളി എടുത്ത് നോക്കി, കുഴപ്പമില്ല. ഉപ്പിൻ്റെ ഒരു കുറവുണ്ട്, ഒരു നുള്ളുപ്പിൻ്റെ. അങ്ങനെ ഉപ്പൊക്കെ ഇട്ടെടുത്തിട്ടൊക്കെ സെറ്റാക്കി അമ്മാനെ വിളിച്ചുമ്പോൾ അതൊന്ന് തിന്ന് നോക്കി എങ്ങനെ ഉണ്ട് നോക്കുമ്പോൾ. അപ്പോൾ ഉമ്മ കുഴപ്പമില്ല, ഉസാറാണ്, സെറ്റാണ് പറഞ്ഞിട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് തൊള്ളയൊക്കെ എടുത്തിട്ടതാണ്. സത്യം പറയാനുള്ള തൊള്ളയൊക്കെ നല്ലോണം പൊള്ളി, തൊള്ളല്ല നാവ്. അപ്പോൾ പിന്നെ ഞാൻ കരുതി സാരല്ല, വല്ലാതെ പതറണ്ട, വീഡിയോസ് എടുക്കല്ലത് കരുതിയിട്ടും സംഭവം നല്ല പൊള്ളിക്കൊണ്ട് കേട്ടോ നാവ്. അങ്ങനെ അതൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ട് കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഞാൻ അതൊക്കെ വേഗം മോറിയെടുത്തു. ഇനിയിപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇട്ടാൽ ഞാൻ തന്നെ മോറണം. അപ്പോൾ പിന്നെ വേഗം മോറിക്കഴിഞ്ഞാൽ മല്ലില്ലല്ലോ. അങ്ങനെ ചായയൊക്കെ മാങ്ങി വെച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യും കേട്ടോ. ഞാൻ സത്യത്തിൽ ഒരു 2-3 മാസം ഞാൻ വീഡിയോസ് ഇടും. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് വേറെ എന്തെങ്കിലും കേടാക്കാനും. അപ്പം ഞാൻ ഒരു 1.5 കൊല്ലത്തിന് നിർത്തി വെക്കും. അങ്ങനെ ആയിട്ടപ്പം എൻ്റെ വീഡിയോസ് ഇടയിൽ കേട്ടോ. ഇൻഷാ അല്ലാഹ് ഞാനങ്ങനെ ഇട്ട് വരണമെന്ന് കരുതിയിട്ടുണ്ട്. പക്ഷേ എത്രത്തോളം ഫുള്ളാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ കുറേ വട്ടം ഞാൻ ആദൂൻ്റെ അടുത്തേക്ക് പോകും, പിന്നെ ഞാൻ വരും, അല്ലെങ്കിൽ വേറെ എന്തിനേലൊക്കെ ഇങ്ങനെ നിൽക്കും. അങ്ങനെ വലിയ കാര്യത്തിൽ ഞാൻ സമൂസ അതിങ്ങനെ ആക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ എങ്ങനെ നോക്കിയാലും ആ ഒരു ഷേപ്പ് എനിക്ക് കിട്ടണമെന്നല്ല കേട്ടോ. അവസാനം സമൂസൻ്റെ പൂതി തന്നെ എനിക്കവിടെ പോയി കേട്ടോ. പൈസ കൊടുത്ത് വാങ്ങി തിന്നാൽ മതിയെന്ന് തോന്നി കേട്ടോ. പിന്നെ ഒരു വിധമൊക്കെ ആക്കി ഞാനിങ്ങോട്ട് ഒപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒപ്പിച്ച് ഇതാക്കിയിട്ട് ഇതുപോലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കരുതി ഇനിയിപ്പോൾ ഇതിങ്ങനെ വീഡിയോക്ക് നിന്നാൽ ശരിയാവില്ല, പുറത്ത് പോയി ആക്കം പോലെ ആ പടിമ കുത്തിരുന്നിട്ട് ചെയ്തെടുക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ ഞാനിതാ ഒക്കെ പുറത്ത് പോയി ലെവലാക്കി വന്നു. അപ്പോൾ ഇത്ര കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓല ഇനിയും ബാക്കിയുണ്ട്, സമൂസൻ്റെ ഓല കേട്ടോ. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിക്ക് വെച്ചിട്ട് ഇത്ര ഒന്നും പൊരിക്കണില്ല കേട്ടോ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് എടുത്തു വെക്കണം, ഫ്രിഡ്ജിക്ക് എടുത്തു വെക്കുകയാണ് കേട്ടോ. ഈ ഒരു ഫില്ലിങ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു നേരം ഇരുന്നു കേട്ടോ. അപ്പത്തിന് എൻ്റെ കുട്ടികളൊക്കെ വന്നു. ഒരു വരുമ്പത്തിന് ഞാനിത് തീർക്കണം, പൊരിക്കണം എന്നൊക്കെ കരുതിയിരുന്നു. പക്ഷെ ഒരു വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇനിയും പൊരിച്ചിട്ടില്ല കേട്ടോ, അതാണുള്ള സത്യം. അങ്ങനെ അതൊക്കെ മാറ്റി വെച്ച് ഞാനിതാ എണ്ണയൊക്കെ ചൂടാകാൻ വേണ്ടിയിട്ട് ഓരോടും ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുക. ഒരു സ്കൂൾ വിട്ട് വന്ന ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറയട്ടോ. അങ്ങനെ അതൊക്കെ തിന്നു. ആ ഒരു ചെറിയ ക്ലിപ്പേ എനിക്ക് കിട്ടിയോ. പിന്നല്ലേ നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോസിൽ ഒരു 3-4 കമൻറ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ സത്യം പറയുകയാണെങ്കിലോ ഇന്നലെ ഇട്ട വീഡിയോസ് ഞാൻ വ്യൂസൊന്നും ഉണ്ടാവില്ല, കമൻറ്റൊന്നും വരില്ല. കാരണം സ്ഥിരമായിട്ട് ഇടണില്ലല്ലോ, കുറേ ദിവസം കഴിഞ്ഞ് ഇട്ടതല്ലേ. അപ്പോൾ ഞാൻ അതിനൊക്കെ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷെ 3-4 കമൻറ്റുകളൊക്കെ വന്നിരുന്നു, നല്ല മനസ്സിന് കുളിർമ കേൾക്കണത്. നിങ്ങളൊരു കാര്യം, അപ്പോൾ നിങ്ങളെന്നെ മറന്നിട്ടില്ലല്ലേ. എന്താ പറയുക, ഇപ്പോൾ വീട് പണി ഞാൻ സത്യത്തിൽ ആ പേര് മറന്നിട്ടോ ആരൊക്കെ. ഞാനപ്പോൾ ആ കമൻറ്റ് ഇങ്ങനെ വായിക്കുമ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പോൾ മറന്നു സത്യത്തിൽ. എന്തായാലും പേര് എനിക്ക് ഓർമ്മയില്ല ആരൊക്കെ ചോദിച്ചെന്നുള്ളത്. ഞാൻ എന്നാലും മനസ്സിലുള്ള ഒരു ഇംഗ്രിതം പോലുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ. വീട് പണി എന്തായിരുന്നു ഒരാൾ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാനിതാ വീട് പണി ടൈലും പണി തുടങ്ങണുണ്ട് കേട്ടോ. ഞാൻ പോയിട്ടില്ല, ഞാൻ ഇൻഷാ അല്ലാഹ് പോകണം. 90 കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ടില്ല, ഒന്ന് പോയി നോക്കണം കേട്ടോ. പിന്നെ എന്താ പറയുക, ഇപ്പോൾ കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട് എന്നും പറഞ്ഞിട്ട് കേട്ടോ. എനിക്ക് ഈ കമൻറ്റ് കണ്ടതിലും ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ.
പിന്നെ എന്താ പറയുക ഇപ്പോൾ ചെറിയ കുട്ടിയാണ് വീഡിയോസ് പറ്റണ പോലൊക്കെ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇൻഷാ അള്ളാ ഞാൻ പറ്റണ പോലൊക്കെ ഞാൻ ഇടണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ എന്താ എൻ്റെ കുട്ടിയാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഒരാൾ, ആൺകുട്ടിയാണ്. പിന്നെ എന്താണ് പേരെന്താ ചോദിച്ചിട്ടുണ്ട്, മുഹമ്മദ് ആദം എന്നാട്ടോ പേര്. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഓരോരുത്തർ നിങ്ങൾക്ക് അങ്ങനെയല്ല ഇത്ര ദിവസം എവിടെയെന്നു എന്നൊക്കെ ഉള്ളൊരു അന്വേഷിച്ചപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും എന്താ ഞാൻ പറയുക, എനിക്കൊന്നും പറയാനില്ല അറിയില്ലേ. അങ്ങനെ തക്കാളിക്കറി വെച്ചു അതിൻ്റെ ഇടയിൽ, അതൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ഏതൊക്കെ വർത്താനത്തിലായിരുന്നു. പിന്നെ ഉണക്കമീനും രാത്രിക്കൊക്കെ പൊരിച്ചു. അതിന് മക്കൾ വന്നിട്ടുണ്ട് കേട്ടോ. ചോറ് കാട്ടെന്ന് പറഞ്ഞിട്ടാ. പിന്നീട് പറ്റണ പോലൊക്കെ ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ടോ. ഇൻഷാ അള്ളാ ഇനി പുതിയ വീഡിയോസുകളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.